നമ്മുടെ മലയോര മേഖലകളിൽ ഒരു നിശബ്ദ കുടിയിറക്ക് നടക്കുകയാണെന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിങ്ങനെ ചിന്തിക്കാനൊരു കാര്യം, ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നു. ജപ്പാൻ എന്തിനാണ് ഈ ഏഷ്യയിലെ ഒരു ചെറിയ രാജ്യമായ കേരളത്തിലൊരു കുടിവെള്ള പദ്ധതി കൊണ്ടിരുന്നത്? ജപ്പാൻ അപ്പോൾ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്. അത് കാർബൺ ബോണ്ട് എല്ലാ വിദേശ ധനസഹായങ്ങൾക്കൊപ്പം ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ വനവിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ്. നാട് കാടാക്കിക്കൊണ്ട് ഒന്നാംകിട ലോകരാജ്യങ്ങളുടെ കാർബൺ ബഹിർഗമനത്തെ സഹായിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വന്യമൃഗങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നിട്ടും അവയെ നിർബാധം വിഹരിക്കാൻ അനുവദിക്കുകയോ മനുഷ്യനെ കൊല്ലുന്ന നരഭോജി കടുവയെ കൊല്ലാനോ അതിനെ കൃത്യമായി പ്രതിരോധിക്കാനോ ഉള്ള ഒരു ശ്രമങ്ങളും നടത്താതിരിക്കുകയും ചെയ്യുന്നത്. എന്താണ് സാറിന് പറയാനുള്ളത്? ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ കർഷകരും സാധാരണക്കാരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചത്. ഒരു സെൻറ്റ് സ്ഥലം വാങ്ങാൻ ഏത് ആവശ്യത്തിനും, റോഡുകൾ നിർമ്മിക്കാൻ, വലിയ പാലങ്ങൾ നിർമ്മിക്കാൻ, ഏറ്റവും അവസാനം നമുക്ക് കേരളിന് പോലും പൊന്നിൻ വില കൊടുത്ത് ഭൂമി വാങ്ങുവാൻ സർക്കാർ തയ്യാറാണ്. ഇവിടെ പ്രാദേശികമായ ചെറിയ റോഡുകളുടെ കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ ഈ കാര്യങ്ങൾക്കൊക്കെ വികസന പ്രവർത്തനങ്ങൾ എവിടെ വേണോ അവിടെയെല്ലാം പൊന്നിൻ വില കൊടുത്ത് ഭൂമി വാങ്ങാൻ തയ്യാറാവുന്ന സർക്കാർ ഈ കൃഷിക്കാർ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ ഇവിടെ കൃത്യമായി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കാർബൺ ഫണ്ട് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഇവിടുത്തെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വളഞ്ഞ വഴി, കൃത്യമായി പറഞ്ഞാൽ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ 2-3 ഉദാഹരണങ്ങളുണ്ട്. 1995 നമുക്കറിയാം ഗോതവർമ്മൻ തിരുമുൽപ്പാട് ഗൂഡല്ലൂരിലെ വനം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ കേസ് കൊടുത്തത്. ഗോതവർമ്മൻ തിരുമുൽപ്പാട് കേസിൽ എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും സെൻട്രൽ ഗവൺമെൻറ് കത്തയച്ചു. എല്ലാ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും അതോടൊപ്പം തന്നെ ദേശീയ ഉദ്യാനങ്ങൾക്ക് ചുറ്റും ബഫർ സോൺ വേണമെന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാൻ ഗവൺമെൻറ് 7 അഫിഡവിറ്റുകൾ അവിടെ ഫയൽ ചെയ്തു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിനും ഇതുപോലെ തന്നെ നിരവധിയായ കത്തുകൾ ലഭിച്ചിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണവും കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ എന്ത് നിലപാടെടുത്തു? ഇത് ഒരു പ്രതികരണവും ഇല്ലാതിരുന്നു. അതിൻ്റെ കാരണം ഉദ്യോഗസ്ഥന്മാരാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മാർഗത്തിൽ കൂടി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ അവസാനത്തേതായിരുന്നു ഇപ്പം നടന്നതിൽ ബഫർ സോൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നിശബ്ദ കുടിയിറക്കം 100%. അതിന് മുന്നോടിയായി നടന്ന 2-3 കാര്യങ്ങൾ കൂടി ഇവിടെ പ്രസക്തമാണ്. ഒന്ന്, 2002 EFL പ്രഖ്യാപിച്ചു. EFL എന്ന് പറഞ്ഞാൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഒരു 10 പൈസ പോലും പ്രതിഫലം കൊടുക്കാതെ അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഏറ്റെടുക്കുന്ന സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കിട്ടി. പക്ഷേ അതുകൊണ്ട് മതിയായില്ല. നിലമ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ആ ഐറ്റത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. അത് പട്ടയ ഭൂമികളും പിന്നെ യഥാർത്ഥത്തിൽ ജന്മമുള്ള ഭൂമികളും തന്നെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ പല പ്രദേശവും വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതുമായി ഇടയ്ക്ക്, നമ്മുടെ ഈ ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നതിൽ ആറളം ഫാമുണ്ട് അല്ലേ? എനിക്കൊന്ന് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന 15,000 ചില്ലുവാന ഏക്കർ സ്ഥലമാണ്. ഇന്ന് അതിലൊരു 5,000 ഏക്കറേ കൃഷിയുള്ളൂ, ബാക്കി വനമായി. ഈ 5,000 ഏക്കറിനകത്താണ് 72 ചില്ലുവാനം കാട്ടാന പെറ്റുവരി കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഫാമിൽ തന്നെയാണ് അവരുടെ ജീവിതം. ഈ പറയുന്ന കടുവയും ഈ ആന ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ആറളം ഫാം ഇപ്പോൾ കാടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മനുഷ്യരെന്ത് ചെയ്യും? കുറേ പേര് ആന ചവിട്ടി കൊന്നു കഴിയുമ്പോൾ ജീവനും കൊണ്ട് പുറത്തോട്ട് പോരും. പുറത്തോട്ട് പോരുക എന്ന് പറഞ്ഞാൽ കാട് മനുഷ്യന്റെ പുറകെ വരികയാണല്ലോ, വന്യജീവികൾ പുറകെ വരുന്നു. എത്ര നാൾ നമ്മൾ ഓടും? എവിടെ വരെ മനുഷ്യന് പലായനം ചെയ്യും? ഈ പിതാവിൻ്റെ പ്രസ്താവനയുടെ പ്രസക്തി അവിടെയാണ്. ഒരു വശത്ത് ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. ഒരു വശത്ത് വന്യമൃഗങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു. 2, EFL നിയമം ഉപയോഗിക്കുന്നു. അതുപോരാത്തതുകൊണ്ട് ESA നിയമം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ESZ ബഫർ സോൺ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചങ്ങലയുടെ മറ്റൊരു കണ്ണിയാണ് സർഫാസി നിയമവും. 1 കോടി രൂപ വിലയുള്ള ഭൂമി 3 ഗഡുക്കൾ വായ്പയെടുത്ത കർഷകനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും 3 ഗഡു കുടിശ്ശിക വരുമ്പോൾ CJM കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത് ഈ ലോൺ എടുത്ത ആൾക്ക് നോട്ടീസ് പോലും ഇല്ലാതെ ഇവൻ്റെ 1 കോടി, 1.5 കോടി, 2 കോടി രൂപ വിലയുള്ള സ്വത്തുക്കളൊക്കെ 5 ലക്ഷം രൂപയ്ക്കും 10 ലക്ഷം രൂപയ്ക്കും ജപ്തി ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ഭാവിയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്? വനമാക്കി മാറ്റാൻ വേണ്ടി. അപ്പോൾ കേരളം ഈ രീതിയിൽ പോയാൽ കേരളം പൂർണ്ണമായും വനമാക്കി എടുക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം
കാര്യം, കർഷകർ തിരിച്ചറിയേണ്ട കാര്യം, നാളിതുവരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ടെന്നാണ് ആവർത്തിച്ച് പറയുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ഇവിടുത്തെ മലയോര കർഷകർ, വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന കർഷകരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ള സത്യം. 100%. ഇവിടെ ഈ ഓരോ ഘട്ടത്തിലും കാലഘട്ടത്തിന് മാറി മാറി വരുന്നതിനനുസരിച്ച് ഓരോ നയങ്ങളും സമീപനങ്ങളും ശരിയാ. ഈ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ അത് ബില്ല് പാസ്സായോ എന്ന് എനിക്കറിയില്ല, നിയമസഭയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും അവസാനം പാസ്സാക്കിയതാണ്. നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക ഏറ്റവും സുന്ദരമായ ഒരു നിയമം, ഒരു ബില്ല് എന്ന് തോന്നും. 50 സെൻറ്റ് ഫോറസ്റ്റ് ഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25 സെൻറ്റേ കൊടുക്കാവുള്ളൂ എന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞു. ഗവൺമെൻറ് വാശിയെടുത്ത് 50 സെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതെവിടെയാണ് അതിൻ്റെ രസകരമായ വസ്തുത അറിയണം. ഈ സുപ്രീം കോടതി 2-3 വിധികളുണ്ട് ഇത് സംബന്ധിച്ച്. ഈ അനാവശ്യമായ EFL-ഉം ESI വഴി പിടിച്ചെടുത്ത ഭൂമികൾ, ഈ പിടിച്ചെടുത്ത ഭൂമികൾ ഒരാളുടെ 40 ഏക്കറും 25 ഏക്കറും 15 ഏക്കറും 5 ഏക്കറും ഒക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്. ഇത് മുഴുവൻ വനമായി ഇപ്പോൾ കിടക്കുകയാണ്. ഈ വനമായി കിടക്കുന്ന ഭൂമികൾ മുഴുവൻ വനമായി കണക്കാക്കിക്കൊണ്ട് ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥന് 40 ഏക്കർ ഉടമയായ വ്യക്തിക്ക് 1/2 ഏക്കർ കൊടുത്തുകൊണ്ട് ബാക്കി 39 ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള നിഗൂഢപരമായ ഒരു തന്ത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എല്ലാ മാർഗങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടാകുന്ന എല്ലാ ശ്രമങ്ങളും ഈ ഭൂമികളൊക്കെ പിടിച്ചെടുത്ത് വനമാക്കി മാറ്റുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ ഇതൊന്നും അറിയാതെയാണോ അവർ ചിരിച്ചുകൊണ്ട് കർഷകന്റെ പ്രതിസന്ധികളിൽ കർഷകർ നടത്തുന്ന റാലികളിലേക്ക് വരുന്നതും, ആന ചവിട്ടിക്കൊന്നവൻ്റെ വീട്ടിൽ റീത്ത് വെക്കാൻ വരുന്നതും, അനുശോചനത്തിന് കവലകളിൽ വരുന്നതും? ഇവർ ഈ ചതിയുടെ കഥകൾ അറിയാത്തത് കൊണ്ടാണോ? ഞാൻ മനസ്സിലാക്കിയത് ബഫർ സോൺ വിഷയം വന്നപ്പോഴും ഇതുപോലുള്ള നിർണായകമായ പല സമയത്തും നിയമസഭയിൽ MLA-മാരെ 140 MLA-മാരെയും വിളിച്ചിരുത്തി ക്ലാസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തെളിവ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുപോലെ സർഫാസി ആക്ട് വരുമ്പം ഈ എതിർകക്ഷിക്ക് കർഷകന് ലോൺ എടുത്ത ആൾക്ക് നോട്ടീസ് ഇല്ലാതെ അവൻ്റെ സ്വത്ത് ഏറ്റെടുക്കുന്ന നിയമം, സർഫാസി നിയമം പാസ്സാക്കിയപ്പോഴും 543 MP-മാരും ഒറ്റക്കെട്ടായിട്ട് കൈവക്കി. അവിടെ BJP-യും പിന്നെ ഇടതുപക്ഷവും കോൺഗ്രസും UPA-യും ഒക്കെ ഒന്നിച്ചായിരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ കാര്യം. സമാനമായ സാഹചര്യമാണ് ബഫർ സോൺ വിഷയം വന്നപ്പോഴും നിയമസഭയിലെ 140 MLA-മാർക്ക് ഒന്നിച്ച് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ക്ലാസ് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ ഇതിലേക്ക് 2 ദിവസം ക്ലാസ് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് വരുത്താൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ അതിൻ്റെ മറുഭാഗത്തേക്ക് പോകുന്നില്ല. രാഹുൽ ഗാന്ധി ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ, കർഷക സംഘടന ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഈ കാര്യം നമ്മൾ ഗൗരവതരമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ അവിടെ ജയറാം രമേശൻ നമ്മളെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജയറാം രമേശന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ UPA ആണെങ്കിലും പിന്നെ NDA ആണെങ്കിലും LDF ആണെങ്കിലും ഇവർക്കൊക്കെ അവരുടെ മുന്നണിക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട പല സാഹചര്യങ്ങളും ഒരു സ്വതന്ത്ര കർഷക സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് കർഷക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ വാലോ പോഷക സംഘടനകളാകുന്ന മഹാദുരന്തത്തിൽ നിന്ന് കർഷകർ മാറി നടക്കണം, രാഷ്ട്രീയത്തിനതീതമായി തങ്ങളുടെ നിലനിൽപ്പും ജീവിതവും ഉറപ്പിക്കാനും അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനുമുള്ള സ്വതന്ത്ര നിലപാടുകൾ എടുക്കണം എന്നുള്ളതിന്റെ പ്രസക്തി വരുന്നത് അല്ലേ? സമാനതകളില്ലാത്ത വിധം പ്രതിസന്ധി നിറഞ്ഞതാണ് മലയോര കർഷകന്റെ ജീവിതം. ഓരോ വെളിപ്പെടുത്തലുകളും മറഞ്ഞിരിക്കുന്ന അപകടങ്ങളുടെ, പ്രതിസന്ധിയുടെ ആഴവും ഭീകരതയും നമ്മളെ മനസ്സിലാക്കുകയാണ്. പിറന്ന മണ്ണിൽ നിന്ന്, ജനിച്ച നാട്ടിൽ നിന്ന്, ഉയർപ്പ് വീഴ്ത്തി അധ്വാനിച്ച കൃഷിയിടങ്ങളിൽ നിന്ന് വെറും കൈയോടെ ആട്ടിയിറക്കാൻ ഭരണകൂടങ്ങൾ നമുക്കെതിരെ കരിനിയമങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ബഫർ സോണും EFI-യും തുടങ്ങിയ നമ്മൾ പണ്ട് കാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ നിയമങ്ങൾ. ഓരോന്നും ലക്ഷ്യം വെക്കുന്നത് കൃഷിക്കാരെ, നിങ്ങളുടെ മണ്ണാണ്, നിങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് ഇവിടെ മതത്തിൻ്റെ പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന സകല ആസുര ശക്തികളെയും പ്രതിരോധിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഉറക്കെ പറഞ്ഞതാണ് പാമ്പ്ളാനി പിതാവ് ചെയ്തതും. അതാണ് സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ള വേവലാതിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അവയുടെ കർഷക വിരുദ്ധ ആശയങ്ങൾക്ക് കുടപിടിക്കുന്ന മാധ്യമങ്ങളെയും വിരളി പിടിപ്പിച്ചതും ആശങ്കാകുലരാക്കിയതും. കർഷകർ സത്യം തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഒരുമിച്ച് നിന്നെങ്കിലെന്ന് പ്രത്യാശിക്കുകയാണ്. ഈ ഒരു വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ച് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും അത് പൊതുവേദികളിൽ അവതരിപ്പിക്കാനുള്ള ആർജവത്വവുമുള്ള ബിനോയ് തോമസ് എന്ന കർഷകനും കർഷക നേതാവിനും എല്ലാ അഭിനന്ദനങ്ങളും.
ഞങ്ങൾ താങ്കളെ പോലെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി, പ്രതിസന്ധികൾ മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് പ്രതികരിക്കുന്ന കർഷകരെ ഓർത്ത് അഭിമാനിക്കുന്നു. എല്ലാവിധ ആശംസകൾ. താങ്ക് യു.